എല്ലാവർക്കും ഒരു പുതിയ വീഡിയോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വീട്ടിലത്തെ എൻ്റെ അമ്മ ഇന്ന് വന്നപ്പോൾ ചിക്കൻ വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഞാനിന്ന് പറയാൻ പോണേ. അപ്പോൾ ഓരോരുത്തരുടെ വീട്ടിലെ അമ്മമാർ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അച്ഛന്മാർ ചിക്കനൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി റെസിപ്പിയാണ് അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ എണ്ണ ഒഴിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫ്ലെയിം കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഒണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉണ്ട്. ഇത് ചൂടായി വരുമ്പോഴത്തേക്കും ഇത് ആദ്യം ഇടാം. അപ്പം എനിക്ക് പേടി ആയതുകൊണ്ട് അമ്മയാണ് ഇപ്പം ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഓണിയൻ ഇട്ടു. മിക്സ് ചെയ്തു. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുമ്പോഴത്തേക്കും ഒരു നല്ല മണം ഉണ്ടാവും. അപ്പോൾ സവാള പെട്ടെന്ന് വഴഞ്ഞ് വരാൻ വേണ്ടി അമ്മ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ഇട്ടോളൂ. അപ്പം ഞാൻ ഇച്ചിരി കുഞ്ഞി പച്ചമുളക് നടുവ് കീറിയിട്ടാണ് ഞാൻ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കറിവേപ്പില കഴുകിയതാണ് ഇടുന്നത്. എന്നിട്ട് ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇടാൻ പോകുന്നത് 2 ടൊമാറ്റോ പേസ്റ്റാക്കി അരച്ചിട്ട്, ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ടൊമാറ്റോ ഞാൻ 2 ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതൊന്ന് ഒഴിക്കുക. ഇപ്പം തന്നെ ഒരു റെഡിഷ് കളർ പോലെ ആയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇളക്കാം. ഇത് ഗ്രേവിക്ക് ആവശ്യമായിട്ടാട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ടൊമാറ്റോ അരച്ചതൊക്കെ ഇങ്ങനെ വഴഞ്ഞെന്ന് വെച്ചാൽ ചട്നി പോലെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മസാലക്കൂട്ടാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി എല്ലാം കൂടി മിക്സ്ഡ് ആക്കിയിട്ട് വെള്ളം ഒഴിച്ച് ഒരു കുഴമ്പ് പരിവാക്കണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇടണം. അപ്പം അത് അങ്ങനെയാണ് അമ്മ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഇടട്ടെ. എന്നിട്ട് ഇച്ചിരിയും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇത് കുറച്ച് ചാറ് പോലെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്.
നമുക്ക് ഇളക്കാം. ഇങ്ങനെ മസാല ചെയ്യുവാണെങ്കിൽ നമുക്ക് മുളക് പൊടിയുടെ കുത്തലും ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു എന്താണ് വരണ്ട പോലെ ഉണ്ടാവും. എന്നിട്ട് ഈ ചിക്കനിലുള്ള വെള്ളം ഇതിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നല്ല ചാറ് പോലെ ആവും. ഫൈനലി അപ്പോൾ നമ്മളുടെ ക്ലീൻ ചെയ്ത ചിക്കൻ ഈ ഇതിൽ നമ്മൾ മസാല കൂട്ടിലിടാൻ പോവാണ്. ഓക്കെ, അപ്പം നിങ്ങളിതിപ്പോൾ വിചാരിക്കും എങ്ങനെയാണ് ഇത്ര കുഞ്ഞി കുക്കറിൽ നിങ്ങൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങളെപ്പോഴും ഇങ്ങനെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ ഇട്ടോളൂ. ഇപ്പം ഞങ്ങൾക്ക് അമ്മ ഇപ്പോൾ ഒത്തിരി ഉപ്പിടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ മസാലക്കൂട്ടിലിടാൻ പാടില്ലായിരുന്നു എന്ന്. ആ മസാലക്കൂട്ടിലിട്ട് കഴിഞ്ഞാൽ മസാലക്കൂട്ടിലിട്ടാൽ കുഴപ്പമൊന്നുമില്ല. അപ്പം അമ്മ സവാള വഴറ്റിയപ്പോൾ ഇട്ടതുകൊണ്ട് പിന്നെ ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചിക്കൻ ആവശ്യമുള്ള ഉപ്പാണ് അമ്മ ഇപ്പം ഇട്ടത്. ഓക്കെ, ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ മൂടി അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ വരുമ്പോഴത്തേക്കും, നമ്മളിപ്പോൾ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഈ ചിക്കൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് അങ്ങനെയാണ് ഇത് വേവേണ്ടത്. അപ്പോൾ ഇത് അടച്ച് വെച്ച് 4 വിസിൽ ആകുമ്പോഴത്തേക്കും നമുക്കിത് തുറന്ന് നോക്കാം. ഓക്കെ, അടച്ചു. ഇനി അതവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ ഇത് പൊട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ വിസിൽ വന്ന് തുടങ്ങാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ 1ാമത്തെ വിസിൽ വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 2nd വിസിലാണ്. 3ാമത്തെ വിസിൽ 4. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. കുക്കർ ഓഫ് ചെയ്ത് നമുക്കിനി ആ വിസിൽ പോണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ വിസിൽ പോയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളുടെ വിസിലൊക്കെ പോയി. ഇനി നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ നോക്കൂ, ഇത്തരം വെള്ളം വന്നു കണ്ടു. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊന്നും കുഴഞ്ഞു പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മളിനി ഫൈനൽ പ്രിപ്പറേഷനിലാണ് പോണത്. അപ്പോൾ അതേ നമ്മൾ ഗ്യാസ് കത്തിച്ചൊന്ന് തിളച്ചെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് തിളയ്ക്കാൻ വേണ്ടിയാണ്. ഇപ്പോഴേ തിളച്ച് തുടങ്ങി. എന്നിട്ട് ഇച്ചിരി കറിവേപ്പിലിട്ടു. എന്നിട്ട് അത് നേരത്തെ വേവിക്കണ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഗരം മസാലയാണ് ഫൈനലായിട്ട് ഇടുന്നത്. ഓക്കെ, ഇനി അപ്പം നമ്മളൊരു നുള്ള് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളുടെ ചിക്കൻ കറി ഈസ് റെഡി. നിങ്ങൾക്ക് ഇത്തരം ഗ്രേവി വേണ്ടെങ്കിൽ കുറുക്കിയെടുക്കാം, വറ്റിച്ചെടുക്കാം. ഞങ്ങൾക്ക് രാത്രി കറി ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ചാറാക്കി എടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫൈനലായി ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയോ അപ്പോ അതിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്. നിങ്ങൾ അതിനേക്കാളും നല്ലോണം ഉണ്ടാക്കും, പിന്നെ ചോറിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാം. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. ഇപ്പോഴും ചെറുതായിട്ടൊക്കെ തിളയ്ക്കുന്നുണ്ട്, ചെറുതായി ചൂടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ചിക്കൻ കറി നിങ്ങൾ പരീക്ഷിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ വഴിയായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഗുഡ് നൈറ്റ്.